ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം. സർക്കാർ നടത്തുന്നത് കൈവിട്ട കളിയാണെന്നും മതേതര മനസ്സിനെ നിരന്തരം മുറിവേൽപ്പിക്കുന്നവരുടെ തോളിൽ സർക്കാർ കൈയിടുന്നുവെന്നുമാണ് വിമർശനം. മതേതര നിലപാടിൽ സർക്കാരിന് ഇരട്ടത്താപ്പാണെന്നും സുപ്രഭാതം വിമർശിച്ചു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ വിഷയത്തിൽ സുപ്രഭാതം എടുത്തിരിക്കുന്ന നിലപാട് ഒരുപക്ഷെ വളരെ പ്രത്യക്ഷമായി തന്നെ സർക്കാരിനോടുള്ള ഇത്തരം നിലപാടുകളിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ തിരിച്ചടിയായേക്കാവുന്ന ഒരു നിലപാട്. സമസ്ത മുഖപത്രത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഇത് തന്നെയാണോ സമസ്തയിലാകെയുള്ള വികാരം? ശ്രീജ, സർക്കാർ വിലാസം ഭക്തസംഘം എന്ന പേരിലാണ് സമസ്ത മുഖപത്രത്തിൽ ഇന്ന് എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വാദം എന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ നിലനിൽക്കില്ല എന്ന് നേരത്തെ തന്നെ പലവട്ടം MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നെന്ന് പ്രതീതി നിലനിർത്താൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിരുന്നു. പക്ഷെ എത്ര വെള്ള പൂശിയാലും പുള്ളിപ്പിലിയുടെ പുള്ളി ഒരു നാൾ തെളിഞ്ഞു വരും എന്ന നിശ്ചിതമായ ഭാഷയിൽ തന്നെയാണ് സമസ്തയുടെ വിമർശനം വന്നിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ച് വരുന്നത് ഏതുതരം വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് എന്ന് ചോദിക്കുന്നു. ഒപ്പം നിരന്തരം കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില സമുദായ നേതാക്കളുടെ തോളിൽ കൈയിട്ടാണ് ഈ അപകടകരമായ കളി നടത്തുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശനുമായുള്ള പിണറായി വിജയന്റെ ബന്ധത്തെ ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ചും അദ്ദേഹം പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ കാറിലേറി വന്ന യാത്രയെ പരിഹസിച്ചുമൊക്കെ പറയുന്നു. ഇത്തരത്തിൽ മതവിശ്വാസങ്ങളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കേരളം കൃത്യമായ മതേതര നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെയുള്ള മുഖ്യമന്ത്രിമാർ സ്വീകരിക്കുന്നത് അതിനേക്കാൾ ചങ്കുറപ്പുള്ള നിലപാടാണ് എന്ന് പറഞ്ഞുമൊക്കെയാണ് വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു മുഖപ്രസംഗം തന്നെയാണ്, എഡിറ്റോറിയൽ തന്നെയാണ് സമസ്തയുടെ മുഖപത്രം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, പതിവായി ഇത്തരം വിമർശനങ്ങളൊക്കെ വരുമ്പോൾ പല സാമൂഹ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വിമർശിച്ചുമുള്ള ഒരു എഡിറ്റോറിയലും മറ്റുമൊക്കെ വരുമ്പോഴും അതിന് സമസ്ത നേതാക്കൾ അല്ലെങ്കിൽ സമസ്ത സംഘടന എന്ന രീതിയിൽ പരിഗണിക്കുമ്പോൾ അത് സമസ്തയുടെ അഭിപ്രായം അല്ല, മറിച്ച് അത് പത്രത്തിന്റെ അഭിപ്രായമാണ് എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുക. ഇക്കാര്യത്തിലും സമസ്ത നേതൃത്വം ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല. നേരത്തെയൊക്കെ പലവട്ടങ്ങളും ഈ രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായം തേടുമ്പോഴും സമസ്ത പറയുന്നത് സമസ്ത ഒരു സംഘടന എന്ന ഒരു നിലയിൽ ഒരു നിലപാടും പ്രത്യേകിച്ച് സ്വീകരിക്കാറില്ല എന്ന് പറയും. ഇത്തവണയും ഒരു പ്രത്യേക പ്രതികരണം നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് പത്രത്തിന്റെ നിലപാട് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു അവലോകനം തന്നെയാവും നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ശ്രീജ, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്, കോഴിക്കോട്.